എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഇന്ന് നമുക്ക് നല്ല കളർഫുള്ളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കാം. ക്യാരറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്, നല്ല വണ്ണമുള്ള ക്യാരറ്റ്. ഇതാകുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതാ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരെണ്ണം മാത്രമേ ഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേറ്ററിലുള്ള ക്യാരറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം. പായസത്തിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പായസമാണിതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ടേസ്റ്റിലും ഏറ്റവും ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പായസമാണ് ഈ ക്യാരറ്റ് പായസം കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ബാക്കിയുള്ള 3 ക്യാരറ്റ് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിന് നല്ല കളർ കിട്ടില്ല. അതുപോലെ ഇതും നന്നായിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ അതതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള പാൽ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ക്യാരറ്റ് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഇതിൻ്റെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഈ പാല് ഫുള്ളായിട്ട് വറ്റി വരേണ്ട ആവശ്യമില്ല. ഈ പാലൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പാല് ഫുള്ളായിട്ട് വറ്റാൻ നിൽക്കേണ്ട. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള പാലാണ്. ഇത് 1/2 ലിറ്റർ പാലാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പിന് താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇത്ര തിളച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഈ പായസത്തിന് ആവശ്യത്തിനുള്ള കശുവണ്ടിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 10-15 കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കശുവണ്ടി ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ചേർക്കാം. കിസ്മിസ് കൂടി ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇത് ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ആ പാനിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമ്മുടെ പായസത്തിന് കിട്ടില്ല. 5 മിനിറ്റ് മാത്രം ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഉരുളിയോ ഒരു പാനോ, നമ്മൾ ഏത് പാത്രത്തിലാണ് പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, നല്ല അടിപൊളി കളറല്ലേ, നല്ല
ഗംഭീരമായിരിക്കും കേട്ടോ ഈ പായസം, കാണാനും കഴിക്കാനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലൊന്നും പിടിക്കരുത് ഒട്ടും. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വഴറ്റി വെച്ചില്ലേ, ആ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പായസമൊന്നും ഒരിക്കലും അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ കട്ട കെട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കണം. അതിനാണ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതാ അടുത്ത കുറച്ച് പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയതിന് ശേഷം ബാക്കി പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സായി വരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതാ ബാക്കി വന്നിട്ടുള്ള പാൽ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് മിൽക്ക് മെയ്ഡാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് 1/2 ലിറ്റർ പാലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത മിൽക്ക് മെയ്ഡാണിത്. ഇത് നമുക്കിതിലേക്ക് പാകമാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ്. ലോ ഫ്ലെയിം മതി നമുക്കിതിന് ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ആ 1/4 കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് ചേർക്കാതിരുന്നത് കേട്ടോ. അതുകൂടെ ആകുമ്പോൾ ഒരുപാട് കൂടിപ്പോവും മധുരം. നമ്മുടെ ക്യാരറ്റിനും ഒരല്പം മധുരം ഉണ്ടല്ലോ. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് പായസം ഈ രീതിയിൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയും നമ്മൾ പായസം വയ്ക്കും. ക്യാരറ്റ് പായസമായിരിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കാം. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈസിയുമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പായസമാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 5-6 ദിവസത്തെ ഓണം എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഈ പായസം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തിരുവോണ ദിവസത്തിലാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുന്നത്. അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ചേർത്തിട്ടില്ല. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മധുരമൊക്കെ നല്ല കറക്റ്റാണെന്ന് നോക്കാം. ഇനി ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കാറില്ല, എനിക്കതിനോട് താല്പര്യമില്ല കേട്ടോ. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ മധുരമൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല കിടുക്കാച്ചി ടേസ്റ്റിൽ നമ്മുടെ പായസം റെഡിയായി. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തിരുവോണ വിഭവം ഇവിടെ റെഡിയായി. താങ്ക് യു.